നമസ്കാരം. ഏപ്രിൽ മാസത്തിലെ അവസാന ദിവസങ്ങളിലൂടെയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മെയ് മാസത്തിലേക്ക് ഇനി അധികം ദിവസങ്ങളില്ല. മെയ് മാസവുമായി ബന്ധപ്പെട്ട് ജ്യോതിഷപരമായി നോക്കുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ പരാമർശിക്കാം. വിശേഷാൽ മാസാധ്യ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ സമയമാണ് എന്ന് തന്നെ പറയാം. കാരണം പ്രയത്നത്താൽ വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കുവാനും വളരെയധികം സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നതായ സമയമാണ്. ചില കാര്യങ്ങൾക്ക് ലഘു പ്രയത്നത്താൽ പോലും സൗഭാഗ്യം അല്ലെങ്കിൽ അനുകൂലമായ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. ഈ സമയം തൊഴിൽ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ, തൊഴിലിനായി ശ്രമിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും തൊഴിൽ ലഭിക്കാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നതായ സമയമാകുന്നു. ഈ സമയം അർഹതയ്ക്കനുസരിച്ചുള്ള അഥവാ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള തൊഴിൽ ലഭിക്കും എന്ന കാര്യം ഓർക്കുക. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ചില മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. വളരെ കാലമായി ആഗ്രഹിച്ച ചില കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം സ്ഥാനക്കയറ്റം, വേതന വർധനവ്, ഇത്തരം കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. കൂടാതെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ആഗ്രഹിച്ചതുപോലെ തന്നെ പല അവസരങ്ങളും ജീവിതത്തിലേക്ക് ലഭിക്കുന്നതായ സമയം തന്നെയാണ് ഇത്. പല വിധത്തിലുള്ള എതിർപ്പുകൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ പോലും അതെല്ലാം നിഷ്പ്രഭമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം വീട് വിട്ട് അകന്നു നിൽക്കുന്നവരാണ് എങ്കിൽ വീട്ടിലേക്ക് മടങ്ങി വരാനുള്ള അവസരങ്ങൾ സിദ്ധിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. അവിവാഹിതരായ വ്യക്തികളാണ് നിങ്ങൾ എങ്കിൽ വിവാഹം തുടങ്ങിയ കാര്യങ്ങൾക്ക് അനുകൂലമായ സമയം തന്നെയാകുന്നു. നവസംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. ബിസിനസ് തുടങ്ങിയ കാര്യങ്ങൾക്ക് സമയം അനുകൂലം തന്നെയാകുന്നു. ഈ സമയം തീർച്ചയായും വിവാഹ സാഫല്യം അഥവാ വിവാഹം നടക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം കുടുംബ ജീവിതത്തിൽ തർക്കങ്ങളുണ്ട് എങ്കിൽ അതെല്ലാം പരിഹരിച്ച് ജീവിതത്തിൽ ഭദ്രത പ്രതീക്ഷിക്കാവുന്ന അഥവാ കുടുംബ ജീവിതത്തിൽ ഭദ്രത പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ധനപരമായ ഞെരുക്കങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എങ്കിൽ അത്തരം പ്രശ്നങ്ങൾ ഈ മാസം മാറാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ അല്പം ആശ്വാസം ലഭിക്കാനുള്ള സാധ്യതകൾ വന്നു ചേരും എന്ന കാര്യം ഓർക്കുക. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. സമയം നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് മനസ്സിലാക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. 10, 11 ഭാവങ്ങളിലായി ആദിത്യനും 11 വ്യാഴവും സഞ്ചരിക്കുകയാൽ നിങ്ങളുടെ ന്യായമായ പല ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറവേറ്റപ്പെടുന്ന അഥവാ സാക്ഷാത്കരിക്കപ്പെടുന്നതായ സമയമാണ് ഇത്. കഴിവുകൾ അംഗീകരിക്കപ്പെടുന്നതായ സമയം. അതിനാൽ തന്നെ നിങ്ങൾക്ക് വഴക്ക് തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നും ഒഴിവായി നിൽക്കുവാനോ അതുമായി ബന്ധപ്പെട്ട ദുരിതങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാനോ സാധിക്കുന്നതായ സമയം തന്നെയാണ് ഇത്. കൂടാതെ അയൽ വഴക്കുകളുണ്ട് എങ്കിൽ അല്ലെങ്കിൽ മറ്റു വ്യക്തികളായുള്ള വഴക്കുകളുണ്ട് എങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം മുടങ്ങിപ്പോയ സംരംഭങ്ങൾ പുനരാരംഭിക്കുവാനും പലവിധ അനുമതികൾ സർക്കാരുമായി ബന്ധപ്പെട്ട് ലഭിക്കാനും കൂടാതെ വിദേശത്ത് തൊഴിലുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുവാനും സഹായകരമാണ് എന്ന കാര്യം ഓർക്കുക. തീർച്ചയായും തൊഴിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്കും ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ ദൃശ്യമാകുന്ന ഒരു സമയം തന്നെയാണ് ഇത്. പൊതുപ്രവർത്തകർക്ക് വലിയ തോതിലുള്ള ജനപിന്തുണ ലഭിക്കുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം. വിദ്യാഭ്യാസത്തിന് അനുസരിച്ചുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയം എന്ന പ്രത്യേകതയുമുണ്ട്. ഈ സമയം ജനപിന്തുണ നിങ്ങൾക്ക് വന്നു ചേരും. അഷ്ടമശനിയും 9 രാഹുകുജന്മാരും രോഗം, കാര്യവിളംബം, ഭാഗ്യക്കുറവ് എന്നിവ സൃഷ്ടിക്കും. എന്നിരുന്നാൽ പോലും നിങ്ങൾ പരമശിവനെ ആരാധിച്ച് മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തന്നെ തീരും എന്ന കാര്യം ഓർത്തിരിക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാർ ഒരു കാര്യം മനസ്സിലാക്കുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വന്ന് ചേരുന്നതായ സമയമാണ്. ചിങ്ങക്കൂറിന്റെ അധിപനായ സൂര്യൻ ഉച്ചസ്ഥാനത്തിലും തുടർന്ന് അനുകൂല ഭാവമായ 10ാം ഇടത്തിലും സഞ്ചരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് ഗുണഫലങ്ങളായിരിക്കും. ഗുണകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും.
അതിനാൽ തന്നെ ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാം. ഭാഗ്യാനുഭവങ്ങൾ, ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. കാര്യസാധ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാണ്. രാഷ്ട്രീയ ഇടപെടലുകൾ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില ഫലങ്ങൾ, ഗുണകരമായ കാര്യങ്ങൾ വന്നു ചേരാം. പദവികൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ലോൺ തുടങ്ങിയ കാര്യങ്ങൾ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ നേടുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങളിൽ വിജയം കാണുവാൻ സാധിക്കും. അധ്വാനത്താൽ നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും. അഥവാ നിങ്ങളുടെ അധ്വാനം മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടുന്നതായ അവസരങ്ങൾ പോലും വന്നു ചേരും. സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട അനുമതി ലഭിക്കുക, തടസ്സങ്ങൾ കൂടാതെ പല കാര്യങ്ങളും മുന്നോട്ട് പോവുക, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ആദായം വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ഈ സമയം ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ദുഷ്കീർത്തി വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. എന്നാൽ മറ്റു കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. വാക്കിലും കർമ്മങ്ങളിലും അല്പം ശ്രദ്ധ പുലർത്തുക. ധനക്ലേശങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുന്നതായ സമയം. ഈ സമയം ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നു എന്നതും അനുകൂലമായ കാര്യമാണ് എന്ന് തന്നെ പറയാം. ഈ സമയം നിങ്ങൾക്ക് പൊതുവെ അനുകൂലമാണ് സമയം. ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വളരെയധികം വിജയങ്ങൾ കരസ്ഥമാക്കുവാനും നേട്ടങ്ങൾ വർദ്ധിപ്പിക്കുവാനും സാധിക്കുന്നതായ സമയം. തീർച്ചയായും ഇഷ്ടദേവതയെയും പരമശിവനെയും ആരാധിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരം നക്ഷത്രമാണ്. പൂര നക്ഷത്രക്കാർക്ക് ഈ സമയം അനുകൂലമായി മാറുന്നതായ സമയമാണ്. ഈ മാസം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ കൊണ്ടുവരാം. കൂടാതെ ഈ സമയം അഭിപ്രായങ്ങൾ ഉണ്ട് എങ്കിൽ ആ അഭിപ്രായങ്ങൾ മറ്റുള്ളവർ അംഗീകരിക്കുവാനുള്ള സാധ്യത നിങ്ങൾക്ക് വന്നു ചേരും. അഥവാ അംഗീകരിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ടും കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങൾ എന്നിവരുമായി ബന്ധപ്പെട്ടും പല രീതിയിലുള്ള സഹകരണങ്ങൾ എന്നിവ ജീവിതത്തിലേക്ക് വന്നു ചേരും. സഹായങ്ങൾ പ്രതീക്ഷിക്കാം. കൂടാതെ ഈ സമയം പഴയ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരും. പഴയ സുഹൃത്തുക്കളെ കാണുവാൻ തോന്നും. അതിനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. ജോലിയുമായി ബന്ധപ്പെട്ട് ആദായം വർദ്ധിക്കുന്നതായ സമയമാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും ആദായം വർദ്ധിക്കും എന്ന് തന്നെ പറയാം. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന അകൽച്ചകൾ അല്ലെങ്കിൽ തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പരീക്ഷകളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പല വിധത്തിലുള്ള ടെൻഷനുകൾ ജീവിതത്തിൽ നിന്നും അകലും. കാരണം മികച്ച വിജയം തന്നെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ അവസരമാണ് ഇത്. കൂടാതെ ഈ സമയം ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുകയും ആ ഉത്തരവാദിത്തങ്ങൾ ശരിയായ രീതിയിൽ നിറവേറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയം കൂടിയാണ് എന്ന് പറയാം. പല രീതിയിലുള്ള ദോഷഫലങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാൽ പോലും അത് ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കാരണം ഈശ്വരാധീനം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നതായ അവസരം കൂടിയാണ് ഇത്. സാമ്പത്തികപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. തീർച്ചയായും സാമ്പത്തികപരമായ ഉയർച്ച വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ഈ സമയം അച്ചടക്കം സാമ്പത്തികപരമായി പാലിച്ചില്ല എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷമേ നൽകൂ. ചെലവ് വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ഏത് കാര്യവും ആത്മാർത്ഥതയോടെ ചെയ്യുവാനും അതിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാനും നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം തുടർ പഠനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലം വന്നു ചേരാം. ചിട്ടി, ലോൺ തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകാം. സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് എങ്കിൽ സഹായം ലഭിക്കാം. കൂടാതെ ഈ സമയം ഒന്നിലധികം ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതായ സമയമാണ്. അതിനാൽ തന്നെ തീർച്ചയായും അനുകൂലമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രം നക്ഷത്രമാണ്. ഉത്ര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം വളരെ അനുകൂലമാണ് എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രതിസന്ധികളുണ്ട്. ആത്മശക്തി ചോരുന്നതായി നിങ്ങൾക്ക് തോന്നുന്നതാകുന്നു. എന്നാൽ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ജീവിതത്തിലേക്ക് പതിവിലും വിപരീതമായി ധൈര്യം ഇരട്ടിയായി തന്നെ വന്നു ചേരുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. ഈ സമയം കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റ് സുഹൃത്തുക്കളോ മറ്റ് വ്യക്തികളുമോ ആയി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അഥവാ ആത്മാർത്ഥമായ ശ്രമങ്ങൾ നിങ്ങൾ നടത്തുകയാണ് എങ്കിൽ
പ്രശ്നങ്ങൾ പരിഹരിച്ച് തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ, നിങ്ങൾക്ക് അനുകൂലമായ സ്ഥലം മാറ്റം, ജോലിയിൽ ഉയർച്ച തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാം. ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. തർക്കവുമായി ബന്ധപ്പെട്ട് മാറ്റിവച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഈ സമയം ചെയ്തു തീർക്കുവാൻ സാധിക്കും. തർക്ക വസ്തുക്കൾ വിൽക്കുവാനുള്ള അവസരങ്ങൾ പോലും അത് അനുകൂലമായി തീരാം. അത്തരം പ്രശ്നങ്ങൾ ഫലപ്രദമായി തന്നെ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ പാർട്ണർഷിപ്പ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾക്ക് സാധ്യതയുണ്ട്. ആ കാര്യം ശ്രദ്ധിക്കുക. ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാൽ പോലും പരമശിവനെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ അത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കുവാൻ സാധിക്കും. കൃഷിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില ഫലങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളും പഠിച്ച് മുന്നോട്ട് പോകുന്നതിനാൽ വിജയങ്ങൾ എളുപ്പത്തിൽ കരസ്ഥമാക്കുവാൻ സാധിക്കും എന്ന കാര്യവും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ സമയം തന്നെയാകുന്നു. ചിന്തിച്ച് പ്രവർത്തിച്ചാൽ വളരെ വേഗം വിജയങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. മറ്റൊരു നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് അനുകൂലമാണ് സമയം എന്ന് നിസ്സംശയം പറയാം. കാരണം ഈ സമയം പല രീതിയിലുള്ള ഭാഗ്യപരീക്ഷണങ്ങൾ നടത്തുകയും ആ ഭാഗ്യപരീക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതായ അവസരങ്ങൾ വന്നു ചേരും. കൂട്ടുകച്ചവടവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. പുതിയ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ അവസരങ്ങൾ കൂടിയാണ് ഇത്. തീർച്ചയായും സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട് കൂട്ടുകച്ചവടവുമോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ബിസിനസ്സുകളുമായി ബന്ധപ്പെട്ടോ ആദായം വർദ്ധിപ്പിക്കാവുന്നതാണ്. ഈ സമയം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. വളരെയധികം ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. പൊതുപ്രവർത്തകർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വ്യായാമം, ഭക്ഷണക്രമം എന്നിവ ശരിയായ രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതാകുന്നു. ഈ സമയം പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നടത്താൻ ശ്രമിക്കുകയും അത് പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങൾ അല്പം ശ്രദ്ധിക്കുക. ആഗ്രഹ സാഫല്യം ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയമാണ്. ശത്രുക്കൾ ഉണ്ട് എങ്കിൽ പോലും അവരെ പരാജയപ്പെടുത്തി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഈ സമയം കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് നിങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്ന പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഋണബാധ്യതകൾ നിങ്ങൾക്ക് ലഘൂകരിക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. ഈ സമയം ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. തർക്കങ്ങളുണ്ട് എങ്കിൽ ആ തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കർമ്മരംഗത്ത് ഭാഗികമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ശുഭവാർത്തകൾ തേടി വരാം. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. അവസരങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി വന്ന് ഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കലാകാരന്മാർക്കും അനുകൂലമാണ് സമയം. ധനപരമായ നേട്ടങ്ങൾ, അവസരങ്ങൾ വന്നു ചേരാം. ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലുള്ള സമയമാകുന്നു. തീർച്ചയായും ഈ സമയം ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക. സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. ഈ സമയം പരമശിവനെയും ഇഷ്ടദേവതയെയും പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക.